പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂ. നിങ്ങളൊരു അവധി പറഞ്ഞുകൊണ്ട് കടം വാങ്ങിയാൽ ആ കടത്തെ നിങ്ങൾ എഴുതി വെക്കണം. വൽ യക്തുബ് ബൈനകും കാതിബും ബിൽ അദ്ൽ. നിങ്ങളുടെ ഇടയിൽ ഒരെഴുത്തുകാരൻ നീതിയോടുകൂടെ അത് എഴുതി വെക്കണമെന്ന് പരിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ് ആയത്തുദ്ദൈൻ, കടത്തിൻ്റെ ഗൗരവം. അതുപോലെ പലിശ നമുക്ക് പ്രശ്നമല്ല. പലിശയില്ലാത്ത ഇടപാടുകൾ വളരെ പരിമിതമായ കാലഘട്ടമാണ് ഇന്ന്. സീറോ ഇൻട്രസ്റ്റ് ഇടപാടുകളാണിപ്പോൾ. ബജാജ് ഇൻഷുറൻസ് അല്ല, ബജാജ് ഇൻസ്റ്റാൾമെൻറ്റ് അങ്ങനെ ഉണ്ടാവും. സീറോ ഇൻട്രസ്റ്റ്. എങ്ങനെ സീറോ ഇൻട്രസ്റ്റ് ആവുക? സീറോ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം 1 ലക്ഷത്തിൻ്റെ സാധനത്തിന് 1 ലക്ഷം തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അത് ശരിയാണ്. അപ്പോൾ അതിൽ വസ്തുവിൻ്റെ വിലയിൽ ഇൻട്രസ്റ്റായി നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നില്ല. പക്ഷെ അവിടെ സാമ്പത്തികമായ ഉപാധി വെക്കുന്നുണ്ട്. എന്താണ് ഉപാധി? 1 മാസം അടക്കാൻ വൈകിയാൽ അഡീഷണൽ ഇത്ര പൈസ കൊടുക്കണം എന്ന ഉപാധി വെക്കലോടുകൂടെ തന്നെ ആ ഇടപാട് പലിശ ഇടപാടായി മാറി. അത് ഞാൻ തെറ്റിക്കൂലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മാസത്തിലുള്ള അടവിൽ ഞാൻ ഭംഗം വരുത്തൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഇടപാടുകളിൽ ഉപാധി വെച്ചുകൊണ്ട് അത് തെറ്റിപ്പോയാൽ ഇത്ര പണം കൊടുക്കണം എന്ന ഒരു കണ്ടീഷൻ അവിടെ വെക്കലോടുകൂടെ തന്നെ ആ ഇടപാട് പലിശ ഇടപാടായി മാറി. പക്ഷെ അധികം ആൾക്കും ആരും അറിയില്ല. അത് ഞാൻ ബജാജ് ഇൻട്രസ്റ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ഇൻസ്റ്റാൾമെൻറ്റ് വഴി എടുത്തതാണ് എന്നാ പറയാം. ഇനി ഇൻട്രസ്റ്റ് തെറ്റിയാലൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ അടുത്തുള്ള സമയത്ത് എങ്ങനെയെങ്കിലും ഇത്ര മാസം കൊണ്ട് 10 മാസം കൊണ്ട് ഈ എമൗണ്ട് അടച്ച് വീട്ടിയാൽ മതി എന്ന ഉപാധിയാണെങ്കിൽ പ്രശ്നമില്ല. ആ വസ്തുവിന് കച്ചവടത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഇതൊരു 1 ലക്ഷത്തിൻ്റെ വസ്തുവാണ്, ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻ്റായി തരികയാണ്, നിങ്ങൾ 10 മാസം കൊണ്ട് എനിക്ക് 1 ലക്ഷം റുപ്യ തന്നാൽ മതി എന്നതാണ് ഡീലിങ് എങ്കിൽ ഉപാധികളില്ല. നിങ്ങൾ വൈകുകയാണെങ്കിൽ ഇത്ര രൂപ തരണം ഉപാധി. ഇനി കടം കൊടുക്കുന്നിടത്താണെങ്കിൽ തിരിച്ചു തരുമ്പോൾ അധികം കൊടുക്കൽ സുന്നത്തുണ്ട്, പക്ഷെ ഉപാധി വെക്കാൻ പാടില്ല. കടം ഒരാൾ വാങ്ങിയാൽ ആ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് 1 ലക്ഷം ഒരാൾക്ക് കടം കൊടുത്താൽ ഒരാൾക്ക് 1,10,000 റുപ്യ തിരിച്ചു കൊടുക്കുമ്പോൾ അത് സുന്നത്താണ്. പക്ഷെ കടം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചു തരുമ്പോൾ സുന്നത്താണ് കേട്ടോ, ഒരു 10,000 റുപ്യ കൂടുതൽ തരണം എന്ന ഉപാധിയോടുകൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ അത് പലിശയായി.